ഹലോ എവ്രിബഡി, വെൽക്കം ടു മൈ ലിറ്ററേച്ചർ സാഗ. ഇന്ന് നമ്മൾ ഷേക്സ്പിയറിൻ്റെ റോമിയോ ആൻഡ് ജൂലിയറ്റിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അതിൽ റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്നുള്ള പ്ലേയുടെ കംപ്ലീറ്റ് സിനോപ്സിസ്, അതോടൊപ്പം തന്നെ ഓഥറായ ഷേക്സ്പിയറിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ, അതുപോലെ നമുക്ക് പഠിക്കാനുള്ള ആക്ട് 2 സീൻ 2 അല്ലെങ്കിൽ ബാൽക്കണി സീൻ, അതിൻ്റെ കോണ്ടെക്സ്റ്റ്, അതിനെപ്പറ്റിയും ഒരു ഡിസ്ക്രിപ്ഷൻ ആ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അത് വാച്ച് ചെയ്തിട്ട് ഈ വീഡിയോ കാണുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. So after the feast, Romeo feels that he cannot go home, and he feels that he should find Juliet, and for that he climbs the orchard wall of the Capulets and leaps down into the orchard. Capulets ഹോൾഡ് ചെയ്ത ഗാർഡൻ പാർട്ടി, അതിൽ മുഖംമൂടി ധരിച്ച് എത്തിയവരാണ് റോമിയോയും റോമിയോയുടെ ഫ്രണ്ട്സും. പക്ഷെ അവിടെ വെച്ച് ജൂലിയറ്റിനെ കാണുന്ന മാത്രമേ തന്നെ ജൂലിയറ്റിനോട് പ്രണയം തോന്നുകയും ചെയ്യുന്നു. പക്ഷേ റോമിയോയ്ക്ക് ഫീസ്റ്റ് കഴിഞ്ഞതിന് ശേഷവും തിരിച്ച് വീട്ടിലേക്ക് പോകുവാൻ സാധിക്കുന്നില്ല. എങ്ങനെയെങ്കിലും ജൂലിയറ്റിനെ കണ്ടെത്തണം. ജൂലിയറ്റിൻ്റെ ബെഡ്റൂമിൻ്റെ ബാൽക്കണി, അതിൻ്റെ താഴെയുള്ള ഓർച്ചാർഡിലേക്ക് റോമിയോ ഒരു വലിയ വാള് ചാടി കടന്നെത്തുകയാണ്. അപ്പോഴാണ് റോമിയോ കാണുന്നത് ജൂലിയറ്റ് ബാൽക്കണിയിൽ വന്ന് നിൽക്കുകയാണ്. ആൻഡ് ജൂലിയറ്റ്സ് ബ്യൂട്ടി അസ്റ്റൗണ്ട്സ് റോമിയോ. അങ്ങനെ മതിൽ ചാടി കടന്നെത്തുന്ന റോമിയോ കാണുന്നത് ബാൽക്കണിയിൽ നിൽക്കുന്ന ജൂലിയറ്റിനെയാണ്. ആൻഡ് നൗ ഹി ഗോസ് ഓൺ കമ്പയറിംഗ് ജൂലിയറ്റ് ടു ദ സൺ. And he says, it is the east and Juliet is the sun. റോമിയോ പറയാണ്, തനിക്ക് തോന്നിപ്പോവുകയാണ് താൻ കാണുന്ന ജൂലിയറ്റിൻ്റെ ബാൽക്കണി ഈസ്റ്റാണ്, അവിടെ ഉദിച്ചുയർന്നു വരുന്ന സൂര്യൻ ജൂലിയറ്റ് തന്നെയാണ്. തൊട്ടടുത്ത ലൈനിൽ റോമിയോ പറയാണ്, റൈസ് ഫെയർ സൺ ആൻഡ് കിൽ ദി എൻവിയസ് മൂൺ എന്ന്. ഇവിടെ കുറച്ചുകൂടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇമേജാണ് വരുന്നത്. ജൂലിയറ്റിനെ ഓൾറെഡി സണ്ണായിട്ട് കമ്പയർ ചെയ്തു, ഫെയർ സണ്ണായിട്ട് കമ്പയർ ചെയ്തു. എന്നിട്ട് പറയുന്നത്, യു ജസ്റ്റ് റൈസ് ആൻഡ് കിൽ ദി എൻവിയസ് മൂൺ ഇൻ മൈ ഹാർട്ട്. പേഴ്സണൽ റിഫറൻസ് ആണ് വരുന്നത്. അതായത് റോമിയോയ്ക്ക് ജൂലിയറ്റിനെ കാണുന്നതിന് മുന്നേ ഒരു ലവർ ഉണ്ടായിരുന്നു, റോസലിൻ എന്നായിരുന്നു ആ ലവറിൻ്റെ പേര്. ആ റോസലിനെയാണ് ഇവിടെ എൻവിയസ് മൂൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. എൻവിയസ് മൂൺ എന്ന് പറഞ്ഞാൽ അസൂയാലുവായ മൂൺ എന്നുള്ള അർത്ഥമാണ്. നൗ യു ആർ മൈ ഫെയർ സൺ, സോ യു ജസ്റ്റ് റൈസ് ഇൻ മൈ ഹാർട്ട്. നീ എൻ്റെ ഹൃദയത്തിൽ സൂര്യനെ പോലെ ഉദിച്ചുയരുക, എങ്കിൽ മാത്രമേ ആ പ്രഭയിൽ റോസലിൻ എന്നുള്ള എൻവിയസ് മൂണിനെ ഇല്ലാതാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ റോമിയോ പെട്ടെന്നാണ് റോസലിനോടുള്ള ഇഷ്ടം വേണ്ടെന്ന് വെച്ച് ജൂലിയറ്റിനോട് അടുക്കുന്നത്, ജൂലിയറ്റിനോട് പ്രണയം തോന്നുന്നത്. അതിനെപ്പറ്റി ഒരു ക്രിറ്റിസിസം ഇത് കഴിഞ്ഞ് വരുന്ന ഒരു ആക്ടിൽ നടക്കുന്നുണ്ട്, റോമിയോയും ഫ്രയർ ലോറൻസും തമ്മിൽ. സോ എനിവേ ഹി ഫീൽസ് ദാറ്റ് ജൂലിയറ്റ് ഇസ് ഹിസ് ന്യൂ ലവ്. ഇനി അങ്ങോട്ട് റോമിയോ ജൂലിയറ്റിനെ ഒരുപാട് വസ്തുക്കളുമായിട്ട് കമ്പയർ ചെയ്യുന്നു. പ്രകൃതിയിലെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള ഓബ്ജക്ട്സുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഓൾറെഡി ഫെയർ സൺ ആണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ലൈനിൽ പറയുന്നത്, You just rise, fair sun, and kill the envious moon, who is already sick and pale with grief. Envious moonനെ portray ചെയ്തിരിക്കുന്നത് she is already sick and pale with grief. ഓൾറെഡി ആ envious moon ഇപ്പോൾ പെയിലാണ്, സിക്കാണ്. അതിൻ്റെ കാരണം നീയാണ്, നിന്നോടുള്ള എൻവിയാണ് അവളെ അങ്ങനെ പെയിലാക്കുന്നത് അല്ലെങ്കിൽ സിക്കാക്കുന്നത്. നെക്സ്റ്റ് ലൈനിൽ ജൂലിയറ്റിനെ റോമിയോ കമ്പയർ ചെയ്യുന്നത് മൂൺ ഗോഡസ് ആയ ഡയനയുടെ തോഴിയായിട്ടാണ്. That though her maid art far more fair than she, be not her maid, since she is envious. എന്നിട്ട് പറയുന്നു, ഓ ജൂലിയറ്റ്, യു ആർ ദ മെയ്ഡ് ഓഫ് ദ മൂൺ ഗോഡസ് ഡയന. അവിടെ ഒരു അല്യൂഷൻ ആണ് വരുന്നത്, അതും മിതോളജിയിലെ ഒരു റെഫറൻസ് ആണ് വരുന്നത്. അതായത് മൂൺ ഗോഡസ് ആയ ഡയനയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജൂലിയറ്റ് മൂൺ ഗോഡസ് ആയ ഡയനയുടെ മെയ്ഡ് ആണെങ്കിൽ പോലും മെയ്ഡിനേക്കാൾ ബ്യൂട്ടിഫുൾ ആണ് ജൂലിയറ്റ്. അതുകൊണ്ട് തന്നെ മൂൺ ഗോഡസിന് നിന്നോട് അസൂയാണ്. ഷീ ഈസ് ജെലസ് ഓഫ് എ ബ്യൂട്ടി ആൻഡ് ഇറ്റ് മേക്സ് ഹർ മോർ സിക്ക് ആൻഡ് പെയിൽ. അതുപോലെ ഒരേ സമയം ഇവിടെ രണ്ട് റെഫറൻസസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ക്വൈറ്റ് പേഴ്സണൽ ആയിട്ടുള്ള റെഫറൻസ് ആണ്, റോസലിനുമായിട്ടാണ് അവിടെ കമ്പാരിസൺ നടക്കുന്നത്. എൻവിയസ് മൂൺ എന്ന് പറയുമ്പോൾ റോസലിൻ്റെ ഒരു റെഫറൻസ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ലൈൻസിൽ നമുക്ക് കാണാം റോമിയോ ജൂലിയറ്റിനെ ഉപമിക്കുന്നത് മൂൺ ഗോഡസ് ആയ ഡയനയുടെ മെയ്ഡായിട്ടാണ്, തോഴിയായിട്ടാണ്. അവിടെ മിതോളജിക്കൽ ആയിട്ടുള്ളൊരു റെഫറൻസ് യൂസ് ചെയ്യുന്നു. ഒരേ സമയം രണ്ട് റെഫറൻസസ് ആണ്, ഒന്ന് പേഴ്സണലും ഒന്ന് മിതോളജിക്കൽ ആയിട്ടുള്ള റെഫറൻസുമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഗോഡസസ് ഡയനയും റോസലിനും രണ്ടുപേരും ഇവിടെ എൻവിയസ് ആണ്. ജൂലിയറ്റിൻ്റെ ബ്യൂട്ടിയിൽ അവർക്ക് അസൂയയുണ്ട്. ഏത് റെഫറൻസ് ആണെങ്കിലും രണ്ടുപേരും ഇവിടെ ജൂലിയറ്റിൻ്റെ ബ്യൂട്ടിയിൽ അസൂയയുള്ളവരായിട്ടാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്. സോ ജൂലിയറ്റ്, പ്ലീസ് ഡോണ്ട് ബി ഹർ മെയ്ഡ് എനിമോർ. അതുകൊണ്ട് നീ ഇനി മൂൺ ഗോഡസിൻ്റെ മെയ്ഡ് ആവണ്ട. ആൻഡ് യു നോ വാട്ട് മേക്സ് ഹർ ലുക്ക് സിക്ക് ആൻഡ് ഗ്രീൻ. എന്തുകൊണ്ടാണ് മൂൺ ഗോഡസ് സിക്ക് ആൻഡ് ഗ്രീൻ ആയിട്ട് അപ്പിയർ ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഓൾ ബിക്കോസ് ഓഫ് ഹർ വെസ്റ്റൽ ലൈവറി, ദറ്റ് ഈസ് ഹർ വെർജിനിറ്റി. അവളുടെ വെർജിനിറ്റിയാണ് അവളെ പെയിലായിട്ടും സിക്കായിട്ടും ഗ്രീൻ ആയിട്ടും ഒക്കെ അപ്പിയർ ചെയ്യിക്കുന്നത്. ആൻഡ് നൺ ബട്ട് ഫൂൾസ് ടു വെയർ ഇറ്റ്, സോ കാസ്റ്റ് ഇറ്റ് ഓഫ്, ഇറ്റ് ഇസ് മൈ ലേഡി. സോ മൂൺ ഗോഡസിൻ്റെ വെർജിനിറ്റി അവളെ സിക്കായിട്ട് അല്ലെങ്കിൽ പെയിലായിട്ട് ഗ്രീൻ ആയിട്ട്
തോന്നിപ്പിക്കുന്നു. പക്ഷേ നീ അങ്ങനെ ആവരുത്. ഫോൾസ് മാത്രമാണ് വെർജിനിറ്റി എന്നുള്ളൊരു കാര്യം അതിൽ ക്ലിങ് ഓൺ ചെയ്യുന്നത്. സോ യു ഷുഡ് നോട്ട് ബി ലൈക്ക് ദാറ്റ്. യു ജസ്റ്റ് കാസ്റ്റ് ഇറ്റ് ഓഫ്. അതായത് വെർജിനിറ്റി ഉപേക്ഷിക്കുക. അതായത് ഇത്രയും ഉദ്ദേശമുള്ളൂ, എത്രയും പെട്ടെന്ന് നമുക്ക് യുണൈറ്റഡ് ആവാം, എത്രയും പെട്ടെന്ന് നമുക്ക് മാരീഡ് ആവാം എന്നുള്ള ആ ഒരു സെൻസാണ് കൺവേ ചെയ്യുന്നത്. അപ്പോഴാണ് റോമിയോ ശ്രദ്ധിക്കുന്നത് ജൂലിയറ്റിൻ്റെ കണ്ണുകൾ സംസാരിക്കാൻ തുടങ്ങുകയാണ്. ഹെർ ഐ ഡിസ്കോഴ്സസ് ആൻഡ് ഐ വിൽ ആൻസർ ഇറ്റ് ആൻഡ് ഹി ട്രൈസ് ടു ഇൻറ്റർപ്രറ്റ് ഇറ്റ്. ജൂലിയറ്റിൻ്റെ കണ്ണുകൾ എന്താണ് സംസാരിക്കുന്നത് എന്നുള്ളത് റോമിയോ ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. റോമിയോ പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ടു മീ ഷി സ്പീക്സ്. അവൾ എന്നോടല്ല സംസാരിക്കുന്നത്, പകരമോ ആകാശത്തുള്ള 2 ഫെയറസ്റ്റ് സ്റ്റാർസ് അതിനോടാണ് സംസാരിക്കുന്നത്. അവളുടെ കണ്ണുകൾ ആകാശത്തുള്ള 2 ഫെയറസ്റ്റ് സ്റ്റാർസ് അതിനോട് തുല്യമാണ്. അതിനിവിടെ പോയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന കമ്പാരിസൺ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. പോയിട്ട് പറയാണ്, 2 of the fairest stars in all the heaven, having some business, do entreat her eyes to twinkle in their spheres till they return. ആകാശത്തുള്ള ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള 2 സ്റ്റാർസ് അവരവരുടെ ജോലി തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ച് പോയിരിക്കുകയാണ്. പകരം ആ സ്ഥാനത്ത് നിന്ന് ഷൈൻ ചെയ്യാനായിട്ട് അവർ ക്ഷണിച്ചിരിക്കുന്നത് ജൂലിയറ്റിൻ്റെ കണ്ണുകളെയാണ്. അതായത് ജൂലിയറ്റിൻ്റെ കണ്ണുകൾ ആ ഫെയറസ്റ്റ് സ്റ്റാർസിൻ്റെ പ്രകാശത്തിനോട് തുല്യമാണ്, അത്രയും ബ്രൈറ്റ്നസ് അതിനുണ്ട് എന്നാണ് ഷേക്സ്പിയർ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ആ കമ്പാരിസൺ എന്നുള്ളത് ഡിറക്റ്റായൊന്നല്ല, അവിടെ ജസ്റ്റ് ഹിൻഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അതൊരു മെറ്റഫറാണ്, ഇംപ്ലോയിഡ് മെറ്റഫറാണ്. പെട്ടെന്ന് തന്നെ റോമിയോ ജൂലിയറ്റിൻ്റെ ചീക്സിനെ ഈ നക്ഷത്രങ്ങളെക്കാൾ തിളക്കമുള്ളവയായിട്ട് പറയുന്നു. ദ ബ്രൈറ്റ്നസ് ഓഫ് എ ചീക്ക് വുഡ് ഷെയിം ദോസ് സ്റ്റാർസ്. അവളുടെ കണ്ണുകളേക്കാൾ തിളക്കം അവളുടെ കവിളുകൾക്കുണ്ട്. ആ കവിളുകൾ ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന ആ നക്ഷത്രങ്ങളെ ഔട്ട്ഷൈൻ ജസ്റ്റ് ആസ് എ ഡേ ലൈറ്റ് ഡത്ത് എ ലാമ്പ്. ഉദിച്ചുയർന്നു വരുന്ന സൂര്യൻ്റെ പ്രഭ എങ്ങനെയാണോ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലാമ്പിനെ നിഷ്പ്രഭമാക്കുന്നത്, അതുപോലെയാണ് ജൂലിയറ്റിൻ്റെ കണ്ണുകളും കവിളുകളും ആ നക്ഷത്രങ്ങളോട് ചെയ്യുന്നത്. അതായത് അവളുടെ കണ്ണുകളുടെയും കവിളുകളുടെയും വെളിച്ചത്തിൽ ആകാശത്തുള്ള നക്ഷത്രങ്ങൾ നിഷ്പ്രഭരായി പോവുകയാണ് ചെയ്യുന്നത് എന്നാണ് ഷേക്സ്പിയർ പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം റോമിയോയ്ക്ക് ഫീൽ ചെയ്യുന്നതാണ്. റോമിയോയ്ക്ക് ജൂലിയറ്റിനോടുള്ള അതിയായ പ്രണയം കൊണ്ട് ഇങ്ങനെയെല്ലാം ചിന്തിപ്പിക്കുന്നത്. So what prompts Romeo to compare Juliet's eyes and cheeks to the brightest stars of heaven is just his love for her. അപ്പോഴാണ് റോമിയോ ശ്രദ്ധിക്കുന്നത് എത്ര ഗ്രേസ്ഫുൾ ആയിട്ടാണ് അവളുടെ ചീക്ക് കൈകളിൽ ഇങ്ങനെ ലീൻ ചെയ്യുന്നത്, റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ റോമിയോയ്ക്ക് തോന്നിപ്പോവുകയാണ്, ഓ ദാറ്റ് ഐ വർ എ ഗ്ലവ് അപ്പോൺ ദറ്റ് ഹാൻഡ് ദറ്റ് ഐ മൈ ടച്ച് ദ ചീക്ക്. അവളുടെ കൈകളിലെ ഗ്ലവ് ആയിരുന്നെങ്കിൽ ഞാൻ, അങ്ങനെയെങ്കിൽ എനിക്ക് അവളുടെ കവിളുകൾ സ്പർശിക്കാമായിരുന്നു. അടുത്ത ലൈൻസിൽ റോമിയോ ജൂലിയറ്റിനെ വിശേഷിപ്പിക്കുന്നത് ഒരു വിങ്ഡ് മെസ്സഞ്ചർ ആയിട്ടാണ്, ഒരു ബ്രൈറ്റ് ഏഞ്ചൽ ആയിട്ടാണ്. ഓ സ്പീക്ക് അഗെയിൻ ബ്രൈറ്റ് ഏഞ്ചൽ, ഫോർ ദൗ ആർട്ട് ആസ് ഗ്ലോറിയസ് ടു ദിസ് നൈറ്റ്, ബീങ് ഓവർ മൈ ഹെഡ് ആസ് എസ് എ വിങ്ഡ് മെസ്സഞ്ചർ ഓഫ് ഹെവൻ. റോമിയോ പറയാണ്, ആകാശത്ത് മേഘക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഏഞ്ചൽസ് നടന്നു നീങ്ങുന്നത് അത്ഭുതത്തോടുകൂടെ താഴെ നോക്കിയിരിക്കുന്ന മനുഷ്യർ, അവർക്ക് ഫീൽ ചെയ്യുന്ന ആ കൗതുകം, അതാണ് എനിക്കിപ്പോൾ നിന്നെ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. So Romeo says that it is with the same amazement of those mortals who gaze on angels who walks among the lazy puffing clouds, I also do watch you, my dear angel. അപ്പോൾ ഇവിടെ ബ്രൈറ്റ് ഏഞ്ചൽ എന്നാണ് വിളിക്കുന്നത്. മറ്റൊരു കാര്യം നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, റോമിയോ ജൂലിയറ്റിനോടുള്ള പ്രണയം ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈറ്റിൻ്റെ ഒരു ഇമേജറി യൂസ് ചെയ്യുന്നുണ്ട്. റോമിയോ ജൂലിയറ്റിനെ ബ്രൈറ്റ് സണ്ണായിട്ട് കമ്പയർ ചെയ്യുന്നു, അതുപോലെ മൂണുമായിട്ട് കമ്പയർ ചെയ്യുന്നു. സണ്ണിൻ്റെ അത്രയും ബ്രൈറ്റ് അല്ലെങ്കിലും മൂണും ബ്രൈറ്റ് തന്നെയാണ്. അതിനുശേഷം കണ്ണുകളെ ബ്രൈറ്റ് സ്റ്റാർസുമായിട്ട് കമ്പയർ ചെയ്യുന്നു, ചീക്സിനെ അങ്ങനെ കമ്പയർ ചെയ്യുന്നു. പിന്നെ ബ്രൈറ്റ് ഏഞ്ചൽ എന്നാണ് പിന്നീട് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു ലൈറ്റിൻ്റെ ഇമേജറി യൂസ് ചെയ്തിരിക്കുന്നത് മുഴുവൻ റോമിയോയ്ക്ക് ജൂലിയറ്റിനോടുള്ള പ്രണയത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ റോമിയോ ഒളിഞ്ഞു നിന്ന് ജൂലിയറ്റിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മനസ്സിലാവുകയാണ് ജൂലിയറ്റ് എന്തോ സംസാരിക്കുകയാണ്. ജൂലിയറ്റ് ശരിക്കും എന്തോ സംസാരിക്കാൻ തുടങ്ങിയാണ്. ജൂലിയറ്റ് സംസാരിക്കുന്നത് മറ്റാരെ പറ്റിയുമല്ല, റോമിയോയെ പറ്റി തന്നെയാണ്. ഓ റോമിയോ റോമിയോ വെർഫോർ ആർട്ട് ദ റോമിയോ ഡിനൈ ദൈ ഫാദർ ആൻഡ് റിഫ്യൂസ് ദൈ നെയിം. റോമിയോയ്ക്ക് മനസ്സിലാവുന്നു റോമിയോയ്ക്ക് എങ്ങനെയാണോ ജൂലിയറ്റിനോട് പ്രണയം തോന്നിയത് അതുപോലെ തന്നെ ജൂലിയറ്റിനും തിരിച്ച് റോമിയോയോട് പ്രണയമുണ്ട്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നം മറ്റൊന്നുമല്ല, റോമിയോയുടെ ഐഡൻറ്റിറ്റിയാണ്. റോമിയോ ബിലോങ് ചെയ്യുന്നത് മൊണ്ടാക്യൂ ഫാമിലിയിലാണ്, ജൂലിയറ്റ് ബിലോങ് ചെയ്യുന്നത് ക്യാപ്പുലെറ്റിലും. ഇവർ രണ്ടുപേരും റൈവൽസാണ്. അപ്പോൾ ഒരിക്കലും പ്രണയം എന്നുള്ളത് അത് സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് ജൂലിയറ്റ് വളരെ വിഷമത്തോടെ ബാൽക്കണിയിൽ നിന്ന് പറയുകയാണ്, റോമിയോ നീ എന്തിനാണ് റോമിയോ ആയത്? നിനക്ക് വേറെ ഏതെങ്കിലും ഒരു ഫാമിലിയിൽ ജനിച്ചുകൂടാ. സോ യു പ്ലീസ് ഫൊർഗെറ്റ് അബൌട്ട് യുവർ ഫാമിലി, ഡിനൈ ദൈ ഫാദർ ആൻഡ് റിഫ്യൂസ് ദൈ നെയിം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നീ നിൻ്റെ മൊണ്ടാഗ്യൂ എന്നുള്ള ഫാമിലി ഐഡൻറ്റിറ്റി അത് വെടിയുക. അങ്ങനെ നീ അത് വെടിഞ്ഞ് വരാൻ തയ്യാറായാൽ ഞാൻ നിന്നോടുള്ള പ്രണയം അത് സ്വെയർ ചെയ്യുന്നതായിരിക്കും. ഞാനും പിന്നെ ഒരിക്കലും ഒരു ക്യാപ്പുലെറ്റ് ആയിരിക്കില്ല. അങ്ങനെ നമുക്ക് രണ്ടുപേർക്കും ഫാമിലി
നെയിംസ് അത് ഉപേക്ഷിക്കാം. അതാണ് നമ്മളുടെ യുനീഷൻ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത്. റോമിയോയ്ക്ക് ജൂലിയറ്റ് പറയുന്നത് കേട്ട് വളരെ അത്ഭുതമാണ് തോന്നിയത്. റോമിയോ കുറേ കൂടെ വെയിറ്റ് ചെയ്തു. ജൂലിയറ്റ് നീ എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് റോമിയോ വെയിറ്റ് ചെയ്തു. ജൂലിയറ്റ് പറയുന്നുണ്ട്, ഇറ്റ് ഈസ് ബട്ട് ദൈ നെയിം ദാറ്റ് ഇസ് മൈ എനിമി. എനിക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിയാത്തതിൽ അല്ലെങ്കിൽ നിന്നോടുള്ള പ്രണയം തുറന്നു പറയാൻ പറ്റാത്തതിൽ ഉള്ള പ്രശ്നം മറ്റൊന്നുമല്ല, നിന്റെ പേര് തന്നെയാണ്, അതായത് നിന്റെ ഐഡൻറ്റിറ്റിയാണ്. ഇറ്റ് ഈസ് ബട്ട് ദൈ നെയിം ദാറ്റ് ഇസ് മൈ എനിമി. കാരണം നീ ഒരു മൊണ്ടാഗ്യൂ ആണ്. ആൻഡ് വാട്ട് ഇറ്റ്സ് മൊണ്ടാഗ്യൂ? ഇറ്റ് ഇസ് നോർ ഹാൻഡ്, നോർ ഫുട്ട്, നോർ ആം, നോർ ഫേസ്, നോർ എനി അതർ പാർട്ട് ബിലോങ്ങിങ് ടു എ മാൻ. ഓ ബി സം അതർ നെയിം. ഈ മൊണ്ടാഗ്യൂ എന്നുള്ള നെയിമിൽ എന്താണ് ഇരിക്കുന്നത്? നിന്നെ മൊണ്ടാഗ്യൂ എന്നോ അല്ലെങ്കിൽ റോമിയോ എന്നോ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും നീ തന്നെയാണ്. എനിക്ക് നിന്നോടുള്ള പ്രണയം അതിന് മാറ്റമില്ല. കാരണം ഒരു ബ്യൂട്ടിഫുള്ളായ റോസ് ഫ്ലവർ, അതിനെ നമ്മൾ റോസ് എന്നോ മറ്റേത് പേരിൽ വിളിച്ചാൽ പോലും അതിൻ്റെ സ്വീറ്റ് ഫ്രേഗ്രൻസ് അതൊരിക്കലും മാറാനായിട്ട് പോകുന്നില്ല. അതിൻ്റെ ക്വാളിറ്റി അവിടെ മാറുന്നില്ല. അതുപോലെ തന്നെയാണ് റോമിയോ നീയും. വാട്ട് ഇസ് ഇൻ എ നെയിം? ഒരു പേരിൽ എന്താണ് ഇരിക്കുന്നത്? ദാറ്റ് ഇസ് വിച്ച് വി കോൾ എ റോസ് ബൈ എനി അതർ വേർഡ് വുഡ് സ്മെൽ എ സ്വീറ്റ്. സോ റോമിയോ വുഡ്. റോസ് ഫ്ലവറിനെ റോസ് എന്ന് വിളിച്ചാലും ഇല്ലെങ്കിലും അതിൻ്റെ ഫ്രേഗ്രൻസ് അത് മാറാൻ പോകുന്നില്ല. അതുപോലെ തന്നെയാണ് റോമിയോ നീയും. അതുകൊണ്ട് നീ എന്തിനാണ് റോമിയോ അല്ലെങ്കിൽ മൊണ്ടാഗ്യൂ എന്നുള്ള പേരിനോട് ക്ലിങ് ഓൺ ചെയ്യുന്നത്? അത് ഉപേക്ഷിക്കുക. സോ ഡു ഓഫ് ദൈ നെയിം. ആ പേര് നീ ഉപേക്ഷിക്കുക. അതിന് പകരമായിട്ട് നിനക്ക് ഞാൻ തരുന്നത് എന്നെ തന്നെയാണ്. ആൻഡ് ഫോർ ദാറ്റ് നെയിം വിച്ച് ഇസ് നോട്ട് പാർട്ട് ഓഫ് ദീ ടേക്ക് ഓൾ മൈ സെൽഫ്. എന്നെ തന്നെ നീ എടുത്തുകൊള്ളുക. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ റോമിയോയ്ക്ക് സംസാരിക്കാതിരിക്കാനായിട്ട് സാധിച്ചില്ല. റോമിയോ പെട്ടെന്ന് ജൂലിയറ്റിനെ ഇൻട്രപ്റ്റ് ചെയ്യുന്നു. റോമിയോ പറയുന്നു, ഐ ടേക്ക് ദി എത്ത് ഐ വേർഡ്. നീ പറയുന്നത് ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. ഇന്ന് ഈ നിമിഷം മുതൽ ഞാൻ ഇനി റോമിയോ എന്ന പേരിലായിരിക്കില്ല അറിയപ്പെടുന്നത്. ഐ ഷാൽ ബി ന്യൂ ബാപ്റ്റൈസ്ഡ്. നിനക്ക് വേണമെങ്കിൽ എന്നെ നിന്റെ പ്രണയം എന്ന് അഭിസംബോധന ചെയ്യാം. കോൾ മീ ബട്ട് ലവ് ആൻഡ് ഐ വിൽ ബി ന്യൂ ബാപ്റ്റൈസ്ഡ്. ഹെൻസ്ഫോർത്ത് ഐ നെവർ വിൽ ബി റോമിയോ. ഇനി ഒരിക്കലും ഞാൻ റോമിയോ ആയിരിക്കില്ല, റോമിയോ മൊണ്ടാഗ്യൂ ആയിരിക്കില്ല. അപ്പോഴാണ് ജൂലിയറ്റ് മനസ്സിലാക്കുന്നത് റോമിയോ അവിടെ ഒളിഞ്ഞിരിക്കുകയായിരുന്നതും ജൂലിയറ്റിൻ്റെ പ്രൈവറ്റ് തോട്ട്സ് ലിസൺ ചെയ്യുകയായിരുന്നു എന്നുള്ളത്. വാട്ട് മാൻ ആർട്ട് ദൗ ദസ് ബിസ്ക്രീൻഡ് ഇൻ നൈറ്റ് സോ സ്റ്റംബ്ലസ്റ്റ് ഓൺ മൈ കൗൺസിൽ. ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് എൻ്റെ പ്രൈവറ്റ് തോട്ട്സ് ലിസൺ ചെയ്ത് നീ ആരാണ്? അപ്പോൾ റോമിയോ പറയുന്നു, ബൈ നെയിം ഐ നോ നോട്ട് ഹൗ ടു ടെൽ ദി ഹൂ ഐ എം. എൻ്റെ പേരെടുത്ത് പറഞ്ഞ് നിന്നെ ഞാൻ പരിചയപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം എൻ്റെ പേരാണ് നിൻ്റെ എനിമി. എൻ്റെ പേരാണ് നീ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത്. ബിക്കോസ് ഐ ബിലോങ് ടു എ മൊണ്ടാഗ്യൂ. ഇപ്പോൾ ഞാനും അത് അത്രയും തന്നെ വെറുക്കുന്നു. ഹാഡ് ഐ ഇറ്റ് റിട്ടൺ ഐ വുഡ് ടേർ ദ വേർഡ്. അത് ഒരു പേപ്പറിൽ എഴുതിയിരുന്നെങ്കിൽ ഞാനത് ദേഷ്യം കൊണ്ട് ആ പേപ്പർ വലിച്ചു കയറി കളഞ്ഞേനെ. അത്രയും എനിക്ക് എൻ്റെ പേരിനോട് എനിക്ക് തന്നെ വെറുപ്പുണ്ട്. റോമിയോയുടെ ശബ്ദം കേട്ടപ്പോൾ പെട്ടെന്ന് ജൂലിയറ്റിന് മനസ്സിലായി ഇത് റോമിയോ തന്നെയാണ്. ഒരുപാട് തവണയൊന്നും റോമിയോയുടെ ശബ്ദം കേട്ടിട്ടില്ല എങ്കിൽ പോലും ജൂലിയറ്റിന് പെട്ടെന്ന് റോമിയോയുടെ ശബ്ദം മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. മൈ ഇയേഴ്സ് ഹാവ് നോട്ട് ഡ്രങ്ക് 100 വേർഡ്സ് ഓഫ് ദ ടങ്സ് അറ്ററിങ് യെറ്റ് ഐ നോ ദ സൗണ്ട്. ഒരു 100 വട്ടമൊന്നും ഞാൻ നിന്റെ ശബ്ദം കേട്ടിട്ടില്ല, പക്ഷേ എങ്കിലും എനിക്കിപ്പോൾ നിന്റെ ശബ്ദം തിരിച്ചറിയാം. ആർട്ട് ദൗ നോട്ട് റോമിയോ ആൻഡ് എ മൊണ്ടാഗ്യൂ. നീ റോമിയോ അല്ലേ? നീ റോമിയോ മൊണ്ടാഗ്യൂ അല്ലേ? അപ്പോൾ റോമിയോ പറയുന്നു, ഈ പറഞ്ഞ രണ്ടുമല്ല ഞാൻ, കാരണം ഇത് രണ്ടും നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ ജൂലിയറ്റ് ചോദിക്കുന്നു, നീ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഇത്രയും പൊക്കമുള്ള ഈ ഓർച്ചാർഡ് വാൾസ് എങ്ങനെയാണ് നീ ചാടിക്കിടന്ന് എൻ്റെ അരികിലെത്തിയത്? അതുമാത്രമല്ല, നീ ഇങ്ങനെ ഓർച്ചാർഡ് വാൾ ചാടിക്കിടന്ന് ഇവിടെ ഒളിച്ചിരിക്കുന്ന കാര്യം എൻ്റെ കിൻസ്മെൻ ആരെങ്കിലും അറിഞ്ഞാൽ, എൻ്റെ റിലേറ്റീവ്സ് ആരെങ്കിലും അറിഞ്ഞാൽ അവർ നിന്നെ കൊന്നുകളയും. അപ്പോൾ റോമിയോ പറയുന്നു, ഞാനിവിടെ എത്തിയത് പ്രണയത്തിൻ്റെ ലൈറ്റ് വിങ്സിലേറിയാണ്. വിത്ത് ലവ്സ് ലൈറ്റ് വിങ്സ് ഡിഡ് ഐ ഓവർ പെർച്ച് ദീസ് വാൾസ്. ഈ സ്റ്റോണി ലിമിറ്റ്സ് ഒന്നും എനിക്കൊന്നുമല്ല. ഇറ്റ് കനോട്ട് ഹോൾഡ് ലവ് ഔട്ട്. അതുകൊണ്ട് പ്രണയമാണ് എനിക്ക് വഴികാട്ടി തന്നത്. പ്രണയം എനിക്ക് ചിറകുകൾ തന്നു. അങ്ങനെയാണ് ഞാനിവിടെ പറന്ന് വന്നെത്തിയത്. അതുകൊണ്ട് നീ ഒരു കാരണവശാലും ഭയപ്പെടേണ്ട. നിൻ്റെ റിലേറ്റീവ്സ്, നിൻ്റെ കിൻസ്മെന് അവർക്ക് എന്നെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. കാരണം ഞാനിപ്പോൾ നിന്നോടുള്ള പ്രണയം, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു ടാസ്ക് അണ്ടർടേക്ക് ചെയ്തിരിക്കുന്നത്. പ്രണയത്തിലായിരിക്കുന്നവർക്ക് അസാമാന്യ ധൈര്യം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുതന്നെയാണ് ഇവിടെ റോമിയോയ്ക്കും കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ജൂലിയറ്റ് പറയുന്നു, അവർ നിന്നെ കണ്ടാൽ കൊന്നുകളയും. പക്ഷേ റോമിയോ ജൂലിയറ്റിനെ ആശ്വസിപ്പിക്കും. നീ ഒരു കാരണവശാലും ഭയക്കണ്ട. നിൻ്റെ കിൻസ്മെൻ അവർക്ക് എന്നെ ഒന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അവരൊരു 20 പേരോളം വന്നാൽ പോലും എനിക്ക് പേടിയില്ല. പക്ഷേ അതിനേക്കാൾ ഡേഞ്ചർ ഞാൻ നിൻ്റെ കണ്ണുകളിൽ കാണുന്നു. അലാക്ക് ദെയർ ലൈസ് മോർ പെറിൽ ഇൻ ദൈൻ ഐസ്. നിൻ്റെ കണ്ണുകൾ വളരെ ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ടുള്ള കണ്ണുകളാണ്, വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഐസ് ആണ്. ആ കണ്ണുകളിലേക്ക് നോക്കിയാൽ ഞാൻ നിൻ്റെ ക്യാപ്റ്റീവായി പോകും, ഞാൻ നിൻ്റെ ബന്ദിയായി പോകും. അത്രയും ഡേഞ്ചർ ഞാൻ നിൻ്റെ കണ്ണുകളിൽ കാണുന്നു. അപ്പോൾ ചുറ്റും നിൽക്കുന്ന നിൻ്റെ കിൻസ്മെൻ എനിക്ക് ഒന്നുമല്ല. അതുമാത്രമല്ല ജൂലിയറ്റ്, ഐ ഹാവ് നൈറ്റ്സ് ക്ലോക്ക് ടു ഹൈഡ് മീ ഫ്രം ദ റൈസ്. എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ വോൾ നൈറ്റ് തന്നെയില്ലേ? ഈ നൈറ്റിൻ്റെ ഒരു ആവരണം എൻ്റെ ചുറ്റുമുണ്ട്. അതിൽ നിന്നൊരിക്കലും നിൻ്റെ കിൻസ്മെൻ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുകയില്ല. ഇനി അവരെന്നെ കണ്ടുപിടിച്ചാലും എനിക്ക് ദുഃഖമില്ല. കാരണം നിനക്ക് എന്നോട് പ്രണയമില്ല എന്നുണ്ടെങ്കിൽ
ഞാൻ അവരുടെ കൈകൊണ്ട് മരിക്കുന്നതാണ് ബെറ്റർ. മൈ ലൈഫ് വെയർ ബെറ്റർ എൻഡഡ് ബൈ ദ ഹെയ്റ്റ് ദൻ ഡെത്ത് പ്രൊറോഗ്ഡ് വെയിറ്റിംഗ് ഫോർ ദൈ ലവ്. നീ എൻ്റെ പ്രണയം നിരസിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ കാര്യമില്ല. അപ്പോൾ പിന്നെ നിന്റെ റിലേറ്റീവ്സ് എന്നെ കണ്ടുപിടിച്ചാൽ എന്താ, കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്താ? അതുകൊണ്ട് അവർ കണ്ടുപിടിക്കുന്നത് തന്നെയാണ് നല്ലത്, നിനക്ക് എന്നോട് പ്രണയമില്ലെങ്കിൽ. അപ്പോൾ ജൂലിയറ്റ് ചോദിക്കുന്നു, നീ എങ്ങനെയാണ് ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചത്? റോമിയോ പറയുന്നു, ഇറ്റ് ഈസ് ബൈ ലവ് ദാറ്റ് ഫസ്റ്റ് ഇറ്റ് പ്രോംപ്റ്റ് മീ ടു എൻക്വയർ. ഹി ലെൻറ്റ് മീ കൗൺസിൽ ആൻഡ് ഐ ലെൻറ്റ് ഹിം ഐസ്. അതും പ്രണയം തന്നെയാണ് എനിക്ക് വഴികാട്ടി തന്നത്. പ്രണയം എനിക്ക് ഉപദേശം തന്നു, നിന്റെ പ്ലേസ് ഇവിടെയാണെന്ന് എനിക്ക് വഴികാട്ടി തന്നു. ഞാൻ അവൻ്റെ ഉപദേശം സ്വീകരിച്ച് നേരെ ഇങ്ങോട്ട് പോരുകയായിരുന്നു. സോ ലവ് ഷൗട്ട് മീ ദ വേ ആൻഡ് ഹി ടോൾഡ് മീ വാട്ട് ടു ഡു ആൻഡ് ഐ ജസ്റ്റ് ഫോളോഡ് ഹിസ് ഓർഡേഴ്സ്. ഇതാണ് സംഭവിച്ചത്. ഇവിടെ നമുക്കറിയാം ലവ് എന്നുള്ളത് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. അതിനെ നമുക്ക് കാണുവാനോ തൊടാനോ സാധിക്കുകയില്ല. പകരം അത് ഫീൽ ചെയ്യാൻ പറ്റും, അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഇവിടെ ഒരു മനുഷ്യനെ പോലെ കൗൺസിൽ കൊടുക്കുന്നു, വഴി കാട്ടി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ പോയിട്ട് സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു ലിറ്റററി ഡിവൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ലവ് എന്നുള്ള അബ്സ്ട്രാക്റ്റ് ക്വാളിറ്റിയെ അവിടെ ഒരു ഹ്യൂമൻ ബീയിങ്ങുമായിട്ട് കമ്പയർ ചെയ്തിരിക്കുകയാണ്. ഹ്യൂമൻ ബീയിങ്ങിനെ പോലെ ലവ് സംസാരിക്കുന്നു, വഴി കാട്ടി കൊടുക്കുന്നു. സോ ഹിയർ വി ക്യാൻ സീ ദാറ്റ് ലവ് ഇസ് പെർസോണിഫൈഡ്. അവിടെ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നീക്കാണ് പെർസോണിഫിക്കേഷൻ. ഇതിന് മുന്നേയും റോമിയോ പറയുന്നുണ്ട്, ഞാൻ മതിൽ ചാടി കടന്നു വന്നത് പ്രണയത്തിൻ്റെ ലൈറ്റ് വിങ്സിലേറിയാണെന്ന് പറയുന്നു. അവിടെയും നമുക്കറിയാം പ്രണയം എന്നുള്ളത് നമുക്ക് ഫീൽ ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ആ പ്രണയത്തിൻ്റെ വിങ്സിലേറി വരുന്നു എന്ന് പറയുമ്പോൾ വിങ്സ് നോർമലി ഉള്ളത് ബേർഡ്സിനാണ്. അപ്പോൾ പ്രണയം ഒരു ബേർഡാണെന്നും ആ ബേർഡിൻ്റെ ചിറകിലേറി ഞാൻ വന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു മെറ്റഫറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻഡിറക്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റഫറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പ്രണയത്തെ ഒരു ബേർഡായിട്ട് കമ്പയർ ചെയ്തു, ആ ബേർഡിൻ്റെ ചിറകിലേറി റോമിയോ വന്നു എന്ന് പറയുന്നു. അവിടെയും മെറ്റഫറാണ് പോയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ റോമിയോ പറയുന്നു, എനിക്ക് ഇവിടെയും പ്രണയം തന്നെയാണ് വഴികാട്ടി തന്നത്. പക്ഷേ ഞാനൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു സെയിലർ അല്ല. ഐ എം നോ പൈലറ്റ് യെറ്റ് ബട്ട് ദോ as far as that vast shore washed with the farthest sea I would adventure for such merchandise. See Juliet, I am not a sailor, but if you were across the farthest sea I would do anything that I could do to gain you. ഞാനൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള സെയിലർ ഒന്നുമല്ല, എങ്കിലും ഏത് കടലിൻ്റെ അക്കരയിലാണ് നീ എങ്കിലും എത്ര വലിയ അഡ്വഞ്ചർ എടുത്തിട്ടാണെങ്കിൽ പോലും, എത്ര വലിയ റിസ്ക് എടുത്തിട്ടാണെങ്കിൽ പോലും ഞാൻ നിന്നെ എൻ്റെ അരികിൽ കൊണ്ടുവരും, നിന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കും. അതാണ് എനിക്ക് നിന്നോടുള്ള പ്രണയം. അപ്പോൾ ജൂലിയറ്റ് പറയുന്നു, ഓ റോമിയോ, ഇനി ഇതിൽ കൂടുതൽ ഞാൻ നിനക്ക് എങ്ങനെയാണ് എൻ്റെ പ്രണയം തുറന്നു പറഞ്ഞു തരേണ്ടത്? ഇപ്പോൾ ചുറ്റും നൈറ്റാണ്, ഡാർക്ക്നെസ് മാത്രമേ ഉള്ളൂ. ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ദ മാസ്ക് ഓഫ് നൈറ്റ് ഇസ് ഓൺ മൈ ഫേസ്. നൈറ്റിൻ്റെ ആ ഒരു മാസ്ക് എൻ്റെ മുഖത്തുള്ളത് കൊണ്ട് നിനക്ക് എൻ്റെ മുഖം ബ്ലഷ് ചെയ്യുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ശരിക്കും എനിക്ക് നിന്നോടുള്ള പ്രണയം കൊണ്ട് എൻ്റെ ചീക്സ് ബ്ലഷ് ചെയ്യുന്നുണ്ട്, പക്ഷെ നിനക്കത് കാണാൻ സാധിക്കുന്നില്ല, കാരണം രാത്രിയാണ്. അതുമാത്രമല്ല, എനിക്ക് നിന്നോട് പറയാനുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം ഓൾറെഡി നീ ഒളിഞ്ഞു നിന്ന് കേട്ടു. ഇപ്പോൾ എൻ്റെ മനസ്സെന്താണെന്ന് നിനക്ക് നന്നായി അറിയാം. എനിക്ക് നിന്നോട് എത്രമാത്രം പ്രണയമുണ്ടെന്നും നിനക്കറിയാം. വേണമെങ്കിൽ എനിക്ക് ഡിനൈ ചെയ്യാം, ഞാൻ ഈ പറഞ്ഞതൊന്നും നിന്നെ പറ്റിയല്ല, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതൊന്നും സത്യമല്ല എന്ന് ഗുഡ് മാനേഴ്സിൻ്റെ പേരിൽ, ഒരു ലേഡി ഫോളോ ചെയ്യേണ്ട ഗുഡ് മാനേഴ്സിൻ്റെ പേരിൽ എനിക്ക് വേണമെങ്കിൽ ഡിനൈ ചെയ്യാം. ബട്ട് ഐ വോണ്ട് ഡു ദാറ്റ്. Fain would I dwell on form, fain deny what I have spoke, but farewell compliment. പക്ഷേ ഞാൻ അത് ചെയ്യില്ല. Doth thou love me? I know thou will say I, and I will take thy word. പക്ഷേ എനിക്കത് മറച്ചു വെക്കാൻ ആഗ്രഹമില്ല. എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, നീ എന്നെ പ്രണയിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നീ യെസ് എന്ന് പറയും. ഞാൻ നിന്നെ വിശ്വസിക്കുകയും ചെയ്യും. പക്ഷേ നിനക്ക് എന്നോടുള്ള പ്രണയം സ്വെയർ ചെയ്യാൻ നിനക്ക് സാധിക്കുമോ, പ്രോമിസ് ചെയ്യാൻ നിനക്ക് സാധിക്കുമോ? അത് നിനക്ക് എത്രത്തോളം സാധിക്കുമെന്ന് എനിക്കറിയില്ല. അതുമാത്രമല്ല റോമിയോ, ഇഫ് യു തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ടു ഈസി ആൻഡ് ക്വിക്ക് ടു വിൻ മൈ ഹാർട്ട്, ഐ വിൽ ഫ്രൗൺ ആൻഡ് ഐ ഷാൽ പ്ലേ ഹാർഡ് ടു ഗെറ്റ്. ഇനി നിനക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് ലവ് കൺഫസ് ചെയ്തു എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പിൻവലിക്കും. പകരം നിന്നെ ഒരുപാട് കഷ്ടപ്പെടുത്തിയിട്ട് മാത്രമേ ഞാൻ എൻ്റെ പ്രണയം തുറന്ന് പറയുകയുള്ളൂ. ബട്ട് ട്രസ്റ്റ് മീ ജെന്റിൽമാൻ, ഐ വിൽ പ്രൂവ് മോർ ട്രൂ ദാൻ ദോസ് ദാറ്റ് ഹാവ് മോർ കോയിങ് ടു ബി സ്ട്രേഞ്ച്. പക്ഷെ ഒരു കാര്യം റോമിയോ, ഞാൻ നിനക്ക് ഉറപ്പു തരാം, ഒരുപാട് കോയിനസ് അഭിനയിച്ച് ലവേഴ്സിനെ ഒരുപാട് പിന്നാലെ നടത്തിച്ചതിന് ശേഷം മാത്രം ലവ് കൺഫ്യസ് ചെയ്യുന്ന ലേഡീസിനേക്കാൾ എന്നെ നിനക്ക് വിശ്വസിക്കാം. എൻ്റെ പ്രണയം ഞാൻ നിന്നെ കണ്ട മാത്രയിൽ തന്നെ തുറന്നു പറഞ്ഞു എന്ന് കരുതി അത് സീരിയസ് ആയ ഒന്നല്ല എന്ന് തെറ്റിദ്ധരിക്കരുത്. എനിക്ക് നിന്നോടുള്ള പ്രണയം വളരെ ഡീപ്പാണ്. സോ പ്ലീസ് ട്രസ്റ്റ് മീ റോമിയോ. ഇത് കേട്ടപ്പോൾ റോമിയോ പെട്ടെന്ന് റോമിയോയുടെ പ്രണയം സ്വെയർ ചെയ്യാനായിട്ട് തയ്യാറാവുന്നു. ഡിയർ ജൂലിയറ്റ്, ഐ എം ഗോയിങ് ടു സ്വെയർ മൈ ലവ് ബൈ ദ സീക്രട്ട് മൂൺ. ഈ ചുറ്റും നിൽക്കുന്ന ട്രീ ടോപ്സിനെ എല്ലാം സിൽവർ ലൈറ്റിൽ കുളിപ്പിച്ച് നിർത്തുന്ന ഈ മൂൺ, അതിനെ സാക്ഷി നിർത്തി ഞാനിതാ എൻ്റെ പ്രണയം സ്വെയർ ചെയ്യാൻ പോവുകയാണ്.
പെട്ടെന്ന് ജൂലിയറ്റ് റോമിയോയെ വിലക്കുന്നു. ഓ സ്വെയർ നോട്ട് ബൈ ദ മൂൺ, ഒരിക്കലും നീ മൂണിനെ മാത്രം സാക്ഷി നിർത്തി നിന്റെ പ്രണയം തുറന്ന് പറയരുതേ. കാരണം മൂൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾവേസ് ചേഞ്ചിങ്. എല്ലാ മാസവും അത് അതിൻ്റെ പൊസിഷനിൽ മാറിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ഓബ്സിൽ നിന്ന് അതിൻ്റെ പൊസിഷൻ മാറിക്കൊണ്ടേയിരിക്കും. അത് ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അങ്ങനെയുള്ള മൂണിനെ നീ സാക്ഷി നിർത്തി പ്രണയം തുറന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രണയം അങ്ങനെ തന്നെ ആയിപ്പോകും, അങ്ങനെ ഇൻകൺസിസ്റ്റൻ്റ് ആയി പോകും. അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് പ്ലീസ് ഡോണ്ട് സ്വെയർ ബൈ ദ മൂൺ, ബിക്കോസ് ഷി ഫിയേഴ്സ് ദാറ്റ്, Juliet fears that their love shall also turn to be too inconsistent like the moon, because the moon is always changing its position. എന്നിട്ട് ജൂലിയറ്റ് പറയുന്നു, നീ ഒന്നിനാലും സ്വെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നിനക്ക് സ്വെയർ ചെയ്യണമെന്ന് നിർബന്ധമാണെങ്കിൽ നീ നിന്റെ ഗ്രേഷ്യസ് സെൽഫിനാൽ തന്നെ സ്വെയർ ചെയ്യുക. കാരണം നിന്റെ ഗ്രേഷ്യസ് സെൽഫ്, നീ എന്ന സെൽഫ് ഇപ്പോൾ എൻ്റെ ആരാധനാപാത്രമാണ്. ഇറ്റ് ഈസ് ദ ഗോഡ് ഓഫ് മൈ ഐഡോലേട്രി ആൻഡ് ഐ ഷൽ ബിലീവ് ദീ. നിന്നെ എനിക്ക് വിശ്വാസമാണ്, നീ സ്വെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുമാത്രമല്ല, നമ്മളുടെ ഡിസിഷൻ അത് വളരെ പെട്ടെന്നെടുത്ത ഒന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇറ്റ് ഇസ് ടു റാഷ്, ടു അൺഅഡ്വൈസ്ഡ്, ടു സഡൻ, ടു ലൈക്ക് ദ ലൈറ്റ്നിങ് വിച്ച് ഡത്ത് സീസ് ടു ബി എയർ വൺ കെൻ സേ ഇറ്റ് ലൈറ്റൻസ്. ഇവിടെ ജൂലിയറ്റ് പറയുന്നു, നമ്മൾ ഇപ്പോൾ എടുത്ത തീരുമാനം അല്ലെങ്കിൽ നമ്മളുടെ പ്രണയം എന്നുള്ളത് ഒരു ലൈറ്റ്നിങ്ങിൻ്റെ വേഗതയുള്ള ഒന്നായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പെട്ടെന്ന് സംഭവിച്ചതാണ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിച്ചതാണ്. അതുകൊണ്ട് സ്വെയർ ചെയ്യാനുള്ള ടൈം ആയിട്ടില്ല. വി ഹാവ് ടു വെയിറ്റ്. ലൈറ്റ്നിങ്ങിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ലൈറ്റൻസ് എന്ന് പറഞ്ഞു തീരുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ ഫ്ലാഷും എല്ലാം വന്ന് പോയിട്ടുണ്ടാവും. അതുപോലെയാണ് ഇപ്പോൾ നമ്മുടെ പ്രണയം. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രണയം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ജസ്റ്റ് എ ബഡ് ഓഫ് ലവ് ബൈ സമ്മേഴ്സ് റൈപ്പനിങ് ബ്രെത്ത്. ഇപ്പോൾ സ്വീറ്റ് സമ്മറിൻ്റെ ആ ഒരു റൈപ്പനിങ് ബ്രെത്തിൽ വിരിയാറായി നിൽക്കുന്ന ഒരു പൂമൊട്ട് മാത്രമാണ് ഇപ്പോൾ നമ്മളുടെ പ്രണയം. പക്ഷേ ഇനി നമ്മൾ കണ്ടുമുട്ടുമ്പോൾ അതൊരു ബ്യൂട്ടിയസ് ഫ്ലവറായിട്ട് മാറിയിട്ടുണ്ടാവും. ഇറ്റ് മേ പ്രൂവ് എ ബ്യൂട്ടിയസ് ഫ്ലവർ വെൻ വി നെക്സ്റ്റ് മീറ്റ്. നമ്മളുടെ അടുത്ത മീറ്റിങ്ങിൽ അതൊരു പുഷ്പമായിട്ട് വിരിഞ്ഞിട്ടുണ്ടാവും. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ അവരുടെ ആ ഒരു ഡെസിഷൻ അത് വളരെ പെട്ടെന്നെടുത്ത ഒന്നാണ്, സഡനായിട്ട് സംഭവിച്ച ഒന്നാണ്. ഇനി അടുത്ത മീറ്റിങ്ങിലെ അത് റൈപ്പാവുകയുള്ളൂ. ഒരുപക്ഷെ അടുത്ത മീറ്റിങ്ങിൽ അവരുടെ മാരേജിനെ പറ്റിയൊരു ഡെസിഷൻ ഉണ്ടായേക്കാം. അങ്ങനെയുള്ളൊരു ഹിൻ്റ് കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നീ വീട്ടിലേക്ക് തിരിച്ചു പോവുക. നെക്സ്റ്റ് മീറ്റിങ്ങിൽ നമുക്ക് പ്രണയം സ്വെയർ ചെയ്യാം. പക്ഷേ റോമിയോ അതിന് തയ്യാറല്ല. റോമിയോ പറയുന്നു, അങ്ങനെ ഞാൻ പോയാൽ ഇന്ന് എനിക്ക് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയില്ല. ഓ വിൽ ദോ ലീവ് മീ സോ അൺസാറ്റിസ്ഫൈഡ്. റോമിയോ പറയുന്നു, പരസ്പരം നമ്മൾ ഇന്ന് പ്രണയം സ്വെയർ ചെയ്താൽ മാത്രമേ എനിക്ക് സമാധാനമായിട്ട് തിരിച്ചു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ജൂലിയറ്റ് പറയുന്നു, ഞാനിനി പ്രത്യേകിച്ച് എൻ്റെ പ്രണയം സ്വെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഐ ഗേവ് ദി മൈൻഡ് ബിഫോർ ദൗ ഡിഡ്സ് റിക്വസ്റ്റ് ഇറ്റ് ആൻഡ് യെറ്റ് ഐ വുഡ് ഇറ്റ് വെയർ ടു ഗീവ് അഗെയിൻ. സി റോമിയോ, ഞാൻ ഓൾറെഡി എൻ്റെ ലവ് പ്ലഡ്ജ് ചെയ്ത് കഴിഞ്ഞതാണ്. നീ അത് ഒളിഞ്ഞു നിന്ന് കേട്ടതുമാണ്. ഇനിയും ഞാനതൊന്നുകൂടെ പറയേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. യെറ്റ് ഐ വിഷ് ഐ കുഡ് ടേക്ക് ദാറ്റ് പ്രോമിസ് ബാക്ക്. ആ പ്രോമിസ്, ഞാൻ നടത്തിയ ആ ഒരു പ്ലഡ്ജ്, അത് ഞാൻ വിഡ്രോ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് റോമിയോ ചോദിക്കുന്നു, വുഡ് സോ വിഡ്രോ ഇറ്റ് ഫോർ വാട്ട് പർപ്പസ് ലവ്? നീ അത് തിരിച്ച് എടുക്കാൻ ആഗ്രഹിക്കുകയാണോ? എന്ത് കാര്യത്തിന്? അപ്പോൾ ജൂലിയറ്റ് പറയുന്നു, യെസ്, അത് തിരിച്ചെടുത്താൽ മാത്രമേ എനിക്ക് പുതിയതായിട്ട് അതേ ഫീലോടുകൂടി എനിക്ക് നിനക്കത് ഒന്നുകൂടെ തരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഞാനത് നിനക്ക് തരുന്നതിന് മുന്നേ തന്നെ നീ ഒളിഞ്ഞു നിന്ന് കേട്ടു. അപ്പോൾ അതിൻ്റെ സുഖം നഷ്ടപ്പെട്ടു. അത് ഫ്രഷായിട്ട്, അത് എന്യൂ ആയിട്ട് ഒന്നുകൂടെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ടു ബി ഫ്രാങ്ക് ആൻഡ് ഗീവ് ഇറ്റ് ദീ അഗെയിൻ. അത് പിൻവലിക്കുന്നത് എന്നേക്കുമായി പിൻവലിക്കുകയല്ല, ഫ്രാങ്കായിട്ട് ഫ്രഷായിട്ട് ഒന്നുകൂടെ നിൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് തിരിച്ചെടുക്കുന്നത്. ആൻഡ് യു നോ മൈ ബൗണ്ടി ഇസ് ആസ് ബൗണ്ട്ലെസ് ആസ് ദ സീ. എനിക്ക് നിന്നോടുള്ള പ്രണയം എന്ന് പറഞ്ഞാൽ അത് ലിമിറ്റ്ലെസ് ആണ്. കടൽ പോലെ അത് ലിമിറ്റ്ലെസ് ആണ്. കടൽ പോലെ അത് ഡീപ്പാണ്. The more I give to thee, the more I have, for both are infinite. ഞാൻ നിനക്ക് തരും തോറും അത് കൂടിക്കൊണ്ടേയിരിക്കും, അതിൻ്റെ ആഴം കൂടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് രണ്ടും ഇൻഫിനിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, എൻ്റെ പ്രണയവും കടലും. ഇവിടെ ലവിനെ സീയുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അവിടെ സിമിലിയാണ് വന്നിരിക്കുന്നത്. മൈ ബൗണ്ടി ഇസ് ആസ് ബൗണ്ട്ലെസ് ആസ് ദ സീ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് ഇവരുടെ കോൺവെർസേഷൻ ഇൻട്രപ്റ്റഡ് ആവുന്നു. കാരണം ഇടയ്ക്ക് ജൂലിയറ്റിൻ്റെ നേഴ്സ് ജൂലിയറ്റിനെ വിളിക്കുന്നുണ്ട്. പക്ഷേ ജൂലിയറ്റിന് റോമിയോയുടെ അടുത്ത് നിന്ന് പോകുവാനായിട്ട് ഒട്ടും ഇഷ്ടമല്ല. രണ്ടുപേരും പരസ്പരം അട്രാക്റ്റഡ് ആയിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് പിരിഞ്ഞു പോകാനുള്ള ഒരു ഹെസിറ്റേഷൻ ഉണ്ട്. ജൂലിയറ്റ് പോയിട്ട് വീണ്ടും റോമിയോയുടെ അടുത്ത് വരുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ സഡൻ ആയിട്ടൊരു തീരുമാനം എടുക്കേണ്ട. നാളെ ഞാൻ ഒരു മെസ്സഞ്ചറിനെ നിന്റെ അരികിലേക്ക് അയക്കാം. നിനക്ക് എന്നോട് ശരിക്കും ഇഷ്ടമുണ്ട്, നിന്റെ ഇൻറ്റൻഷൻസ് അത് ഓണറബിൾ ആണെങ്കിൽ, ഇഫ് ദാറ്റ് ദൈ ബെൻഡ് ഓഫ് ലവ് ബി ഓണറബിൾ, അത് നിനക്ക് പ്രൂവ് ചെയ്യാം. യു സെൻഡ് മീ എ വേർഡ് ടുമോറോ. ഞാൻ നാളെ നിന്റെ അരികിലേക്ക് ഒരു മെസ്സഞ്ചറിനെ അയക്കും. ആ മെസ്സഞ്ചറിൻ്റെ അടുത്ത് നിനക്ക് നിന്റെ വേർഡ് പറയാം. എന്നെ വിവാഹം ചെയ്യാനാണ് നീ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നീ ആ മെസ്സഞ്ചറിനോടത് പറയുക. അങ്ങനെ രണ്ടുപേരും പരസ്പരം ഗുഡ് നൈറ്റ് പറഞ്ഞ് പിരിയാനായിട്ട് ഒരുങ്ങുകയാണ്. റോമിയോ പറയുന്നു, 1,000 times the words to want thy light. Love goes towards love as school boys from their books, but love from love towards school with heavy looks. റോമിയോ പറയുന്നു, നിന്നെ വിട്ടു പോവുക എന്ന് പറഞ്ഞാൽ അത് അങ്ങേയറ്റം സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്.
ഇവിടെ റോമിയോ ലവറിനെ ഒരു സ്കൂൾ ബോയുമായിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. റോമിയോ പറയുന്നു, ഒരു സ്കൂൾ ബോയോട് അവൻ്റെ സ്റ്റഡീസ് ഉപേക്ഷിച്ച് മറ്റേതെങ്കിലും ആക്ടിവിറ്റീസ് ലൈക്ക് ഗെയിംസ് അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഇൻഡൾജ് ചെയ്യാം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എത്രത്തോളം ഹാപ്പി ആയിട്ടാണോ അവൻ ബുക്സ് ഉപേക്ഷിച്ച് അവൻ അതിലേക്ക് വരുന്നത്, അത്രയും ഹാപ്പി ആയിട്ടാണ് ഒരു ലവർ തൻ്റെ ബിലവഡിൻ്റെ അടുത്തേക്ക് പോകുന്നത്. അതുപോലെയാണ് ഞാൻ ജൂലിയറ്റ് നിൻ്റെ അരികിലേക്ക് വന്നിരിക്കുന്നത്. പക്ഷേ നിന്നെ വിട്ടുപോകുക എന്ന് പറഞ്ഞാൽ അത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അതേ സ്കൂൾ ബോയോട് ഓക്കെ, ഇനി പഠിക്കാനുള്ള സമയമായി, ലീഷർ ആക്ടിവിറ്റീസൊക്കെ മാറ്റി വെച്ച് സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യണം എന്ന് പറയുമ്പോൾ അവൻ എത്രത്തോളം ദുഃഖത്തോടെയാണ് അവൻ തിരിച്ച് സ്റ്റഡീസിലേക്ക് വരുന്നത്. അതേ ദുഃഖത്തോടുകൂടി തന്നെയാണ് ഞാൻ നിന്നെ വിട്ടു പോകുന്നത്. സീ ഹൗ ദ കമ്പാരിസൺ ഗോസ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് ഇതിൽ ഉടനീളം ഷേക്സ്പിയർ യൂസ് ചെയ്തിരിക്കുന്നത്. സോ റോമിയോ സേസ് ദാറ്റ് ലീവിങ് യു ഇസ് 1000 times worse than being near you. And a lover, he goes towards his beloved just like a schoolboy from their books. And when he leaves his beloved, he feels as miserable as the schoolboy who is called back to his studies. റോമിയോ ഇങ്ങനെ പറയുമ്പോൾ അതേ ഇൻറ്റൻസിറ്റിയോടുകൂടി തന്നെയാണ് ജൂലിയറ്റും പ്രതികരിക്കുന്നത്. ജൂലിയറ്റ് പറയുന്നു, എനിക്കും അത് തന്നെയാണ് അവസ്ഥ. ഹിസ് റോമിയോ ഓഫർ എ ഫാൽക്കണേഴ്സ് വോയിസ്. ഞാനിപ്പോൾ ആഗ്രഹിച്ചു പോവുകയാണ്, നീ എൻ്റെ ലിറ്റിൽ ഫാൽക്കൺ ആയിരുന്നെങ്കിൽ, സോ ദാറ്റ് ഐ കുഡ് മേക്ക് എ ഫാൽക്കണേഴ്സ് കോൾ. അവിടെ മറ്റൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഇമേജാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു ഫാൽക്കണിൻ്റെ ഇമേജാണ്, ഒരു ഫാൽക്കണും ഫാൽക്കണറിൻ്റെയും ഒരു ഇമേജാണ്. ഫാൽക്കണർ എന്ന് പറഞ്ഞാൽ ഫാൽക്കൺ എന്നുള്ള ബേർഡിനെ ടൈം ചെയ്ത് കീപ്പ് ചെയ്യുന്ന വ്യക്തിയാണ്. ആ ബേർഡിനെ അയാൾക്ക് ഇഷ്ടമുള്ളപ്പോൾ ആകാശത്തേക്ക് പറത്തി വിടാം. പക്ഷേ അയാൾ ഒരു പെർട്ടിക്കുലർ സിഗ്നൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ആ ബേർഡ് തിരിച്ച് അയാളുടെ അടുത്ത് തന്നെ വരും. അങ്ങനെയാണ് അതിനെ ടൈം ചെയ്തിരിക്കുന്നത്. അപ്പോൾ റോമിയോയെയും ഇവിടെ ജൂലിയറ്റ് പറയുകയാണ്, ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്, ഞാനൊരു ഫാൽക്കണറും നീ എൻ്റെ ലിറ്റിൽ ഫാൽക്കണും ആയിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ, നിന്നെ കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ എനിക്ക് നിന്നെ ആ ഒരു സിഗ്നൽ യൂസ് ചെയ്ത് എൻ്റെ അരികിലേക്ക് കൊണ്ടുവരാമായിരുന്നു. അതുകൊണ്ട് എനിക്ക് നിന്നെ വിട്ടുപിരിയാൻ ആഗ്രഹമില്ല. കാരണം ഇവിടെ ഞാൻ ഓൾമോസ്റ്റ് ബോണ്ടേജിലാണ്. ആൻഡ് ബോണ്ടേജ് ഇസ് ഹോഴ്സ് ആൻഡ് മേ നോട്ട് സ്പീക്ക് അലൗഡ്. ഇവിടെ ഞാൻ ഓൾമോസ്റ്റ് തടവിലായതുകൊണ്ട് എനിക്ക് നിൻ്റെ പേര് ഉച്ചത്തിൽ വിളിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അങ്ങനെ എനിക്ക് നിൻ്റെ പേര് ഉച്ചത്തിൽ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ I would tear the cave where Rico lies and make her airy tongue more hoarse than mine with repetition of my Romeo. അങ്ങനെയെങ്കിൽ ഇക്കോ വസിക്കുന്ന ആ കേവിൽ അവളുടെ ശബ്ദം എത്രത്തോളം ഹോൾസ് ആണോ അതിനേക്കാൾ ഞാൻ അവളുടെ എയറി ടങ് ഹോൾസ് ആക്കി ലൗഡായിട്ട് ഞാൻ മൈ റോമിയോ എന്ന് നിന്നെ തിരിച്ച് വിളിച്ച് എൻ്റെ അടുത്ത് നിർത്തിയേനെ എന്ന് ജൂലിയറ്റ് പറയുന്നു. ഇവിടെ ഒരു അല്യൂഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ഒരു റെഫറൻസ് ആണ്. അല്യൂഷൻ എന്ന് പറഞ്ഞാൽ റെഫറൻസ് ആണ്. ഇവിടെ ഒരു മിതോളജിക്കൽ റെഫറൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇക്കോ എന്ന് പറയുന്നത് മിതോളജിയിലെ ഒരു ലേഡി ആയിരുന്നു. ആൻഡ് ഷി വാസ് ഡീപ്ലി ഇൻ ലവ് വിത്ത് എ പേഴ്സൺ നെയിംഡ് നാർസിസസ്. നാർസിസസിനോട് അടക്കാനാവാത്ത പ്രണയമായിരുന്നു ഇക്കോയ്ക്ക്. പക്ഷേ നാർസിസസ് ആ പ്രണയം ഡിനൈ ചെയ്തു. അങ്ങനെ ആ ദുഃഖത്തിൽ ഇക്കോ മരണം വരെ നാർസിസസിൻ്റെ പേരിങ്ങനെ ഏറ്റു പറഞ്ഞുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ഇക്കോ മരിച്ചത് എന്നാണ് പറയുന്നത്. അവളുടെ മരണശേഷം ആ കേവ്സിൽ മുഴുവൻ അവളുടെ വോയിസ് ഇങ്ങനെ റിവേർബറേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ഇക്കോ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഫോം ചെയ്തത്. അതൊരു സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു ഫിനോമിനയാണ്. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു മിതോളജിക്കൽ റെഫറൻസ് കൂടിയുണ്ട്. ഇവിടെ ഷേക്സ്പിയർ സയൻറ്റിഫിക് ആയിട്ടുള്ള ഫാക്റ്റിനെയും മിതോളജിയും ഇവിടെ കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. ഇത്രയേ ജൂലിയറ്റ് പറയുന്നുള്ളൂ, എനിക്ക് നിൻ്റെ പേര് ഉച്ചത്തിൽ വിളിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നെങ്കിൽ എത്രത്തോളം ഉച്ചത്തിൽ ഞാൻ നിന്നെ വിളിക്കാൻ പറ്റുമായിരുന്നു, അത്രത്തോളം ഉച്ചത്തിൽ ഞാൻ മൈ റോമിയോ എന്ന് വിളിച്ച് നിന്നെ എൻ്റെ അരികിൽ നിർത്തിയേനെ എന്നാണ് ജൂലിയറ്റ് പറയുന്നത്. അപ്പോൾ റോമി പറയുന്നു, ഇറ്റ് ഈസ് മൈ സോൾ ദാറ്റ് കോൾസ് അപ്പോൺ മൈ നെയിം. എനിക്ക് ഫീൽ ചെയ്യുന്നത് എൻ്റെ ഹൃദയം ഇതാ എൻ്റെ പേരെടുത്ത് വിളിക്കുകയാണ്. ഇപ്പോൾ നീ എൻ്റെ സോളാണ്. അങ്ങനെയുള്ള എൻ്റെ സോൾ ഇപ്പോൾ എൻ്റെ പേരെടുത്ത് വിളിക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ സ്വീറ്റസ്റ്റ് സൗണ്ട് ദറ്റ് എവർ എ ലവർ കുഡ് ഹിയർ. ഒരു ലവറിന് ഏറ്റവും കൂടുതൽ കേൾക്കാൻ ആഗ്രഹമുള്ള ഒരു ശബ്ദമാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യമാണ് നീ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും തൊട്ടടുത്ത ദിവസം തന്നെ അവരുടെ മാരേജിന് വേണ്ട അറേഞ്ച്മെൻറ്റ്സിൻ്റെ ഡിസ്കഷൻ നടത്താം എന്നുള്ള ധാരണയിൽ രണ്ടുപേരും പിരിയുകയാണ്. അപ്പോൾ ജൂലിയറ്റ് ചോദിക്കുന്നുണ്ട്, അറ്റ് വാട്ട് o'clock ടുമോറോ ഷാൽ ഐ സെൻഡ് ടു ദീ? നാളെ എത്ര മണിക്കാണ് ഞാൻ എൻ്റെ മെസ്സഞ്ചറിന് നിൻ്റെ അരികിലേക്ക് അയക്കേണ്ടത്? അപ്പോൾ റോമിയോ പറയുന്നു, നാളെ 9 മണിക്ക്. ബൈ ദി hour of 9 യു ക്യാൻ സെൻഡ് യുവർ മെസ്സഞ്ചർ ടു മീ. അങ്ങനെ രണ്ടുപേരും ഗുഡ് നൈറ്റ് പറഞ്ഞ് പിരിയാൻ പോവുകയാണ്. അതിന് തൊട്ട് മുന്നേ ഉള്ള കുറച്ച് ഡയലോഗ്സ് എന്ന് പറഞ്ഞാൽ റൊമാൻസിൻ്റെ പീക്കാണ്. അപ്പോൾ ജൂലിയറ്റ് പറയുന്നു, ഞാനിപ്പോൾ എന്തിനാണ് നിന്നെ തിരിച്ച് വിളിച്ചിവിടെ നിർത്തിയിരിക്കുന്നതെന്ന് ഞാൻ മറന്നു പോവുകയാണ്. അപ്പോൾ റോമിയോ പറയുന്ന മറുപടി, ലെറ്റ് മീ സ്റ്റാൻഡ് ഹിയർ ടിൽ ദോ റിമെമ്പർ ഇറ്റ്. അതിന് 20 വർഷമല്ല, എത്ര വർഷം എടുത്താലും നീ അത് ഓർത്തെടുക്കുന്നവരെ ഞാനിവിടെ നിൻ്റെ അരികിൽ നിൽക്കാൻ തയ്യാറാണ്. അപ്പോൾ ജൂലിയറ്റ് പറയുന്നു, അങ്ങനെയെങ്കിൽ ഞാനത് കൺവീനിയൻ്റ്ലി ഞാൻ വീണ്ടും മറക്കും. ഐ ഷെൽ ഫൊർഗെറ്റ് ടു ഹാവ് ദീ സ്റ്റിൽ സ്റ്റാൻഡ് ഹിയർ. കാരണം നീ അത്രയും സമയം കൂടെ എൻ്റെ അരികിൽ ഉണ്ടാകുമല്ലോ എന്ന് കരുതി ഞാനത് മനഃപൂർവ്വം മറന്നു കളയുകയുള്ളൂ. എന്തിനാണ് ഞാൻ നിന്നെ വിളിച്ചതെന്നുള്ളത്. ബിക്കോസ് ഐ ലവ് ദൈ കമ്പനി. അങ്ങനെ രണ്ടുപേരും സംസാരിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ജൂലിയറ്റ് മനസ്സിലാക്കുന്നത്, ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് മോർണിംഗ്. I would have thee gone, and yet no further than abandoned spot that lets it hope a little from his hand like a poor prisoner. അപ്പോൾ ജൂലിയറ്റ് പറയുന്നു,
ഇപ്പോൾ ഓൾമോസ്റ്റ് മോർണിംഗ് ആയി, നമുക്ക് എന്തായാലും പിരിഞ്ഞേ പറ്റുകയുള്ളൂ. ഞാനിതാ നിന്നെ തിരിച്ചയക്കുകയാണ്. ഒരു കുട്ടി അവൻ്റെ പെറ്റ് ബേർഡിനെ എത്രത്തോളം സങ്കടത്തോടു കൂടിയാണോ അതിനെ സ്വതന്ത്രനാക്കി വിടുന്നത്, അത്രത്തോളം സങ്കടത്തോടു കൂടി ഞാനിതാ നിന്നെ അയക്കുകയാണ്. തിരിച്ച് എന്നിലേക്ക് തന്നെ നീ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിന്നെ അയക്കുകയാണ്. അവിടെയും കമ്പാരിസൺ പോകുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ്, വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ള ഒരു കമ്പാരിസണാണ്. അതായത് ഒരു കുട്ടി, ഒരു മിഷീവിയസ് ആയിട്ടുള്ള ഒരു ചൈൽഡ് അവൻ്റെ പെറ്റ് ബേർഡിനെ സ്വതന്ത്രനാക്കി വിടാൻ ആഗ്രഹമില്ല, എങ്കിലും ഹീസ് ഫോഴ്സ്ഡ് ടു സെറ്റ് ദാറ്റ് ബേർഡ് ഫ്രീ. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവൻ മനസ്സിലോടെ ആ ഒരു ബേർഡിനെ ഫ്രീ ആക്കുന്ന അവസ്ഥ. പക്ഷേ അവന് പ്രതീക്ഷയുണ്ട്, ആ ബേർഡ് അൾട്ടിമേറ്റ്ലി അവനിലേക്ക് തന്നെ തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അതുപോലെയാണ് ജൂലിയറ്റിനും ഇപ്പോൾ റോമിയോ ജൂലിയറ്റിന് ഇപ്പോൾ ആ ലിറ്റിൽ ബേർഡാണ്, തിരിച്ച് തന്നിലേക്ക് തന്നെ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ജൂലിയറ്റ് റോമിയോയെ പറത്തി വിടുകയാണ്. ഗുഡ് നൈറ്റ്, പാർട്ടിംഗ് ഇസ് സച്ച് സ്വീറ്റ് സോറോ ദറ്റ് ഐ ഷൽ സേ ഗുഡ് നൈറ്റ് ടിൽ ഇറ്റ് ബി മോറോ. ജൂലിയറ്റ് പറയുന്നു, ഇപ്പോൾ തൽക്കാലം നമുക്ക് പിരിയാം, ഗുഡ് നൈറ്റ്. പാർട്ടിംഗ് ഇസ് സച്ച് സ്വീറ്റ് സോറോ, പിരിയുക എന്നുള്ളത് സ്വീറ്റ് സോറോ ആണ്. എന്തുകൊണ്ടാണത് സ്വീറ്റ് സോറോ ആയത് എന്ന് ചോദിച്ചാൽ, അവരെന്നേക്കുമായിട്ടല്ല അവർ പിരിയുന്നത്. തൊട്ടടുത്ത ദിവസം അവരുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു കാര്യത്തിൽ ഡിസിഷനാണ് അവർ എടുക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു ചെറിയ സെപ്പറേഷൻ അത് സ്വീറ്റ് ആയിട്ടുള്ള ഒരു സോറോ തന്നെയാണ്. ഓ സ്ലീപ് ഡ്വെൽ അപ്പോൺ ദൈൻ ഐസ്, പീസ് ഇൻ ദൈ ബ്രസ്റ്റ്. Would I were sleep and peace so sweet to rest, hence will I my ghostly friar's close cell, his help to crave and my dear hap to tell. നിന്റെ കണ്ണുകളിൽ ഉറക്കം വന്നു നിൽക്കുന്നത് എനിക്ക് കാണാം. നിന്റെ കണ്ണുകളിൽ ഉറക്കവും നിന്റെ ഹൃദയത്തിൽ ഇപ്പോൾ പീസുമാണുള്ളത്, സമാധാനവുമാണുള്ളത്. പക്ഷെ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് ജൂലിയറ്റ്, നിന്റെ കണ്ണുകളിലെ ആ ഉറക്കവും നിന്റെ ഹൃദയത്തിനുള്ളിലെ ആ സമാധാനവും ഞാനായിരുന്നെങ്കിലെന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. കാരണം എനിക്ക് നിന്നോടൊപ്പം ഇന്നീ രാത്രി കഴിയാമായിരുന്നു എന്ന് പറഞ്ഞ് റോമിയോ നേരെ പോകുന്നത് റോമിയോയുടെ പ്രീസ്റ്റായ ഫ്രയർ ലോറൻസിൻ്റെ അരികിലേക്കാണ്. ഫ്രയർ ലോറൻസ് ആണ് ഇവരെ പിന്നീട് മാരീഡ് ആവാനായിട്ട് സഹായിക്കുന്നത്. സോ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ഭാഗത്തിൻ്റെ എക്സ്പ്ലനേഷൻ. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഇതിലൊരു ക്വസ്റ്റൻ ഉണ്ട്. ഡാർക്ക്നെസ്സിൻ്റെയും ലൈറ്റിൻ്റെയും ഇമേജസ് ഷേക്സ്പിയർ ഒരുപാട് യൂസ് ചെയ്യുന്നു. ലൈറ്റിൻ്റെ ഇമേജസ് എവിടെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഓൾറെഡി പാരഫ്രൈസ് ഡിസ്കഷനിൽ പറഞ്ഞു കഴിഞ്ഞു. റോമിയോയ്ക്ക് ജൂലിയറ്റിനോടുള്ള പ്രണയം അത് ഹിന്റ് ചെയ്യാനാണ് എപ്പോഴും ലൈറ്റിൻ്റെ ഇമേജസ് യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലേ? ബ്രൈറ്റ് സണ്ണുമായിട്ട് റോമിയോ ജൂലിയറ്റിനെ കമ്പയർ ചെയ്യുന്നു, മൂണുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അതുപോലെ തന്നെ ജൂലിയറ്റിൻ്റെ കണ്ണുകളും കവിളുകളും ബ്രൈറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റാർസുമായിട്ട് കമ്പയർ ചെയ്യുന്നു. പിന്നീട് ഒരു ബ്രൈറ്റ് ഏഞ്ചലായിട്ട് കമ്പയർ ചെയ്യുന്നു. അതേസമയം ഡാർക്ക്നെസ് എന്നുള്ള തീം വരുന്നത് അതൊന്ന് ഫിയറിൻ്റെ കോണ്ടെക്സ്റ്റിലാണ്. ജൂലിയറ്റിന് ഭയം തോന്നുന്നുണ്ട്, റോമിയോയെ കിൻസ്മെൻ അറ്റാക്ക് ചെയ്യുമോ, റിലേറ്റീവ്സ് അറ്റാക്ക് ചെയ്യുമോ എന്നുള്ള ഭയമുള്ളപ്പോൾ റോമിയോ പറയുന്നത് ഈ നൈറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഡാർക്ക്നെസ് തന്നെ ഞാനിവിടെ മറയായിട്ട് യൂസ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഡാർക്ക്നെസ്സിൻ്റെ എൻവലപ്പ് അത് ഭേദിച്ച് ആർക്കും എന്നെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഈ ഡാർക്ക്നെസ്സിൻ്റെയും ലൈറ്റിൻ്റെയും ഇമേജസ് അല്ലാതെ മറ്റൊരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇമേജസ്, മെറ്റഫേഴ്സ്, സിമിലീസ്, അങ്ങനെയുള്ള ഒരുപാട് ലിറ്റററി ഡിവൈസസിൻ്റെ തന്നെ ഒരു ഡിസ്പ്ലേ നമുക്ക് ആക്ട് 2 സീൻ 2-ൽ കാണാനായിട്ട് സാധിക്കും. സോ എന്തുകൊണ്ടും വെസ്റ്റേൺ ലിറ്ററേച്ചറിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള മറ്റൊരു വർക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. സോ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ടു യു. So thank you for listening and watching.